പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിനായകൻ പണം അമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് വിശ്വത്തോട് പറയുകയാണ്, ഞാൻ എൻ്റെ വിഹിതം കൊടുത്തിട്ടുണ്ട്, ഇനി നിങ്ങളുടെ രണ്ടുപേരും വിഹിതം കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കിലെ ലോൺ അടയ്ക്കാവുന്നതേ ഉള്ളൂ. 3,99,999 രൂപ കിട്ടും, പിന്നെ 1 രൂപ അത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇട്ടോട്ടെ. വിശ്വം പറയാം, അതിന് എൻ്റെ കയ്യിൽ എവിടുന്ന പണം, എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ല. അപ്പോൾ വിനായകൻ പറയാം, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ വിഹിതം വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയാം, എന്തായാലും നീ അധ്വാനിച്ച് കാശുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കാശിനൊക്കെ കൃത്യമായ കണക്ക് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ വേദ പറയുകയാണ്, ഇതിലെ കുറിക്കാശാണ്, ഇന്ന് കുറിക്കാശ് കിട്ടുമെന്ന് ദർശൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അല്ല 6 ലക്ഷം രൂപയും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനി പറയുകയാണ്, 6 ലക്ഷം രൂപയോ, 4,45 ലക്ഷം രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഇത് കേട്ടിട്ട് വേദ പറയുകയാണ്, ആഹാ ലോൺ അടയ്ക്കാനുള്ള പണം കിട്ടിയല്ലോ. നന്ദിനി പറയാം, ലോൺ അടയ്ക്കാന്ന് നിന്റെ ഭർത്താവ് പറയുന്ന കേട്ടല്ലോ, എന്നിട്ട് ആരുടെ ഒരു അനക്കവും ഇല്ലല്ലോ. ഇത് തന്നെ വിനയേട്ടനോട് ഞാൻ പറഞ്ഞിട്ടാ ഇത്രയും രൂപ വിനയേട്ടൻ അങ്ങോട്ട് തന്നത്. അപ്പോൾ അമ്മ പറയുകയാണ്, ആഹാ വലിയ കാര്യമായിപ്പോയി, നിനക്ക് ഇത്രയും മനസ്സുണ്ടല്ലോ നന്ദിനി, അത് തന്നെ വലിയ കാര്യം. ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയുകയാണ്, അമ്മ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട, കഷ്ടപ്പെടുന്നവർക്ക് പണത്തിന്റെ വില അറിയൂ. ഇത് കേൾക്കുമ്പോൾ അമ്മ ദേഷിച്ച് പറയുകയാണ്, ഓഹോ നിന്റെ ഭർത്താവ് കഷ്ടപ്പെടുന്നതിന്റെ പണത്തിന്റെ വില നിനക്കറിയാല്ലേ, പക്ഷേ മാഷ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അത് വീടിന് വേണ്ടി ചെയ്യുന്ന കടമ, അങ്ങനെയല്ലേ എല്ലാവരും കരുതുന്നത്. അപ്പോൾ പെട്ടെന്ന് മാഷ് പുറത്തേക്ക് ഇറക്കി വന്നിട്ട് പറയാണ്, കമലേ മതി നിർത്ത്, ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ കണക്ക് പറഞ്ഞ് നീ സ്വയം ചെറുതാവരുത്. അപ്പോൾ വിനായകൻ പറയാം, ഞാൻ സത്യമല്ലേ അച്ഛാ പറഞ്ഞത്, എല്ലാവർക്കും കടത്തിന് വേണ്ടി അവകാശമില്ലേ. അപ്പോൾ മാഷ് പറയുകയാണ്, നീ എന്ത് കരുതിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല, സ്വന്തമായിട്ട് പണം സ്വരുക്കൂട്ടി വെക്കാൻ വേണ്ടിയല്ല നീ ആ ചിട്ടിക്ക് ചേർന്നത്, അത് അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോയപ്പോൾ പോലും നിനക്ക് ഇത്രയും വിഷമമില്ല. വീട്ടിന് വേണ്ടി ചിലവാക്കാൻ പറഞ്ഞപ്പോഴല്ലേ നിനക്ക് ഇത്ര സങ്കടം. നിങ്ങളെയൊക്കെ ഇത്രയും വലുതാക്കി ഇപ്പോഴും ചിലവിന് തരുന്നത് കൂട്ടി തുടങ്ങിയാൽ നീ ഇപ്പോഴൊന്നും കൂട്ടി തീരില്ല വിനായക. നീ പോയി ആ പണം എടുക്ക്. പണം എടുത്തു കഴിഞ്ഞിട്ട് മാഷ് പറയാണ്, നിന്റെ 1,33,333 രൂപ ഇവിടെ ആർക്കും വേണ്ട. സുധാരൻ മാഷും ഭാര്യയും ഈ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം ആരും ജപ്തി നോട്ടീസുമായിട്ട് ഈ വീട്ടിന്റെ പടിക്കൽ കയറില്ല. എടുത്തോണ്ട് പോണ നിന്റെ ഈ പണം. വിക്രം തന്ന പണം ഞാൻ തട്ടി എറിഞ്ഞപ്പോൾ ആരും കാണാതെ എടുത്തോണ്ട് പോയവനല്ലേ നീ. അന്ന് ഇവളെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ആ പണം തട്ടിക്കളഞ്ഞതിന്. ശരിയാ, ഏത് ഫ്രോഡിന്റെ കയ്യിലിരുന്നാലും പണം മഹാലക്ഷ്മിയാണ്, അതുകൊണ്ട് മാത്രമാണ് ഇതെടുത്ത് ഞാൻ നിന്റെ മുഖത്ത് എറിയാത്തത്. എന്റെ അമ്മ ആ പറമ്പിൽ നിന്ന് ഒരു വർഷം വെക്കുന്ന തേങ്ങയുടെ അത്രയും പണം വരില്ലടാ നീ പോയി കൊണ്ടുവന്ന ഈ പണം. അത് വേണ്ട എന്ന് പറഞ്ഞ് 35 വർഷമായിട്ട് ജീവിക്കുന്നവനായി ഞാൻ. എന്നിട്ടാണോ നിന്റെ ഈ 1,33,333 രൂപയുടെ കണക്ക് പറയുന്നത്? നിന്റെ ഒന്നും പണമില്ലാതെ ജീവിക്കാൻ ഈ സുധാകരൻ മാഷിനെ അറിയാം എന്ന് പറഞ്ഞിട്ട് മാഷ് ദേഷിച്ച് അവിടെ നിന്ന് പോകുന്നു. വിനായകനാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ്. അങ്ങനെ വിനായകൻ പണമായിട്ട് റൂമിലേക്ക് വരുമ്പോൾ നന്ദിനി ദേഷ്യം പറയാം, സമാധാനമായല്ലോ, അച്ഛൻ്റെ അമ്മയുടെ വായിലിരിക്കുന്ന കേട്ടപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ. അപ്പോൾ വിനായകൻ പറയാണ്, പണം എന്നാലും നമ്മുടെ കയ്യിൽ തന്നെ അല്ലേ. അപ്പോൾ നന്ദിനി അറിയാം, എന്നിട്ട് എന്താ കാര്യം, നിങ്ങൾ നല്ലതിന് വേണ്ടി ചെയ്തിട്ട് അവരെല്ലാം നിങ്ങളെ തെറ്റിദ്ധരിച്ചില്ലേ. അച്ഛൻ എന്തൊക്കെയാണ് നിങ്ങളെ പറഞ്ഞത്, നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ. ആ വേദയാണ് എല്ലാത്തിനും കാരണം. ആ പണം പോയപ്പോൾ അവളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇപ്പം തന്നെ ആ ദർശൻ വക്കീലിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പണം പോയ എല്ലാവർക്കും പണം കിട്ടിയില്ലേ, അതുപോലെ നമ്മുടെ പണവും നമുക്ക് കിട്ടിയേനെ. അവളെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് നമുക്ക് പറ്റിയ തെറ്റ്. അന്ന് അവൾ പറഞ്ഞു കേട്ടില്ലേ, ഈ പണം നമ്മൾ ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി കൂട്ടി വെച്ചിരുന്നതാണെന്ന്. അപ്പോൾ പെട്ടെന്ന് വിനായകൻ പറയുകയാണ്, അത് പിന്നെ നമ്മൾ തിരുത്തി പറഞ്ഞല്ലോ. അപ്പോൾ നന്ദിനി പറയാം, ദേ തിരുത്തി പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളാണ് എല്ലാത്തിനും പ്രശ്നക്കാരി. അവള് വിക്രമിനെ ഇവിടെ വലിയ ആളാക്കി വെക്കാൻ, എന്നിട്ട് നമ്മളെല്ലാവരെയും ഇവിടെ അടിച്ചിറക്കാൻ, അതാ അവളുടെ ഉദ്ദേശം. വിനയൻ പറയാണ്, നീ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ആ കുട്ടി ഇത്രയും സ്വത്തൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത് ഈ വീടിന് വേണ്ടിയാണോ? അപ്പോൾ നന്ദിനി പറയാം, ഈ വീടായിരിക്കില്ല, മുത്തശ്ശിയുടെ വീടും പണമോ അവളുടെ ഉദ്ദേശം. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇത്രയൊക്കെ ചിന്തിക്കുന്നേ പിന്നെ അവൾക്ക് ചിന്തിക്കാതിരിക്കാനാണോ പാട്? അവളുടെ ഉദ്ദേശം ഇത് തന്നെയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. നിങ്ങളല്ലെങ്കിൽ നോക്കിക്കോ. അപ്പോൾ വിനായകനും അതങ്ങ് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുകയാണ്, ആ ശ്രീജയെടുത്ത ഒരു പൊട്ടിയ എല്ലാം അങ്ങ് വിശ്വസിക്കും. അതുപോലെ അല്ല ഞാൻ. എനിക്ക് അവളുടെ എല്ലാ ഉദ്ദേശവും മനസ്സിലാവും. അവൾ എന്തിനാ എല്ലാവരെയും ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അവൾ പഠിച്ചതുണ്ടില്ലേ സൈക്കോളജി. അവൾ എല്ലാവരുടെയും മനസ്സ് പഠിച്ചോളാം. ഓരോരുത്തരെ എങ്ങനെ പെരുമാറുമെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. ഇനി അവൾ എല്ലാവരെയും കയ്യിലെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെയൊക്കെ പതിയെ ഇവിടുന്ന് ഇറക്കി വിടും. നിങ്ങൾ നോക്കിക്കോ എന്നിങ്ങനെ നന്ദിനി പറയുന്നു. വിനായകനാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വേദ വിക്രമിനെ കാത്തിരിക്കുകയാണ്. വിക്രം ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് വരുന്ന കാണുമ്പോൾ വേദ വിക്രമിന്റെ കൂടെ പുറകെ ചെല്ലുന്നു. വിക്രമാണെങ്കിൽ അവിടെ ദേഷ്യത്തിൽ ഓരോന്നൊക്കെ വലിച്ചെറിയുന്ന കണ്ടിട്ട്, എന്താ വിക്രം, എന്താ പറ്റിയത്, മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണല്ലോ, എന്താ കാര്യം എന്ന് വെച്ചാൽ എന്നോട് പറയേ.
അപ്പോൾ ദേഷ്യത്തിൽ വിക്രം എഴുന്നേറ്റിട്ട് പറയാണ്, നിന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഈ മുറിയിലേക്ക് കയറി വരരുതെന്ന്. അപ്പോൾ വേദ പറയാണ്, പിന്നെ നിങ്ങളുടെ കാര്യം അന്വേഷിക്കാതെ ഞാൻ നാട്ടുകാരുടെ കാര്യം അന്വേഷിക്കണോ? നിങ്ങളല്ലേ എൻ്റെ ഭർത്താവ്, അപ്പം നിങ്ങളുടെ കാര്യമല്ലേ അന്വേഷിക്കേണ്ടത്. വിക്രം ദേഷ്യത്തിൽ, നീ ആരുടെയെങ്കിലും കാര്യം അന്വേഷിക്കുക, എൻ്റെ കാര്യം അന്വേഷിക്കേണ്ട, നീ ഒന്ന് ഒഴിഞ്ഞു പോവാമോ എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയുമ്പോൾ വേദ പറയാം, നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കുക, അച്ഛനും അമ്മയും ഉറങ്ങിയില്ലേ, ഇനി അവരെ എഴുന്നേൽപ്പിക്കാതെ. നിങ്ങളുടെ ഈ ദേഷ്യം കണ്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആരുമായിട്ട് നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടല്ലോ. നാട്ടുകാരായിട്ട് വഴക്കിടാൻ ചാൻസ് ഇല്ല, അങ്ങനെ വഴക്കിട്ടാലും നിങ്ങൾ ഇത്ര ദേഷ്യത്തിലിരിക്കില്ല. പിന്നെ ഫ്രണ്ട്സുമായിട്ട് വഴക്കിട്ടാൽ അത് അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കും. പിന്നെ ആകെ ഉള്ളത് നിങ്ങളുടെ ഗോഡ് ഫാദർ, അതായത് ആ ശ്രീകാര്യ ശ്രീനിവാസനുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും വഴക്കിട്ട് കാണും. ആണോ വിക്രമാദിത്യ? അയാളുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും വഴക്കിട്ടോ? അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇത്രയും സങ്കടം? ഇത് കേൾക്കുമ്പോൾ വിക്രം പതുക്കെ എഴുന്നേറ്റിട്ട്, ഓഹോ, അപ്പോൾ നീയാണല്ലേ ശ്രീനി സാറിനെ വിളിച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, അല്ലാതെ ശ്രീനി സാറ് എന്നോടൊന്നും പറയില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേദോറ അയാളെന്താ പറഞ്ഞത്? ഓ, നിങ്ങളെ ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞോ, അതോ രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങളൊന്ന് മാറ്റി നിർത്തിയോ? എന്താ കാര്യം? അയാൾ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നന്നായിപ്പോയി. ഇനി നിങ്ങൾ അച്ഛനെ അമ്മയെ എന്നെ നോക്കി സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. ഇത് കേൾക്കുമ്പോൾ വിക്രം വേദയെ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നു. വേദോരെ എന്താ അടിക്കുന്നില്ലേ? അടിക്ക്. നിങ്ങളുടെ ശ്രീനി സാറിനെ വിളിച്ച് ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ നല്ല മനോവിഷമത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കാര്യം എന്താണെന്ന് ഞാൻ അറിയാനാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ ഊഹിച്ചെടുത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഊഹിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രീനിവാസനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല, നിങ്ങളെ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി. അത് തന്നെ കാരണം. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രം ആണെങ്കിൽ ദേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. വേദയാണെങ്കിൽ വിക്രം ഈ രാത്രിയിൽ ഇത് എങ്ങോട്ടാന്ന് ചോദിച്ചിട്ടും വിക്രം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അടുത്തതായിട്ട് കാണിക്കുന്നത് വേദ അടുത്ത ദിവസം രാവിലെ തന്നെ ബെഡ്റൂമിൽ വന്ന് നോക്കുമ്പോൾ വിക്രമിനെ കാണുന്നില്ല. അപ്പോൾ വേദ പറയാം, ഇതുവരെ എത്തിയില്ലേ? എന്നിട്ട് ഫോൺ എടുത്തിട്ട് രാജേട്ടനെ വിളിക്കുന്നു. അപ്പോൾ രാജേട്ടൻ ഫോൺ എടുക്കുമ്പോൾ, രാജേട്ടനല്ലേ, ഞാൻ വേദയാണ്. അപ്പോൾ രാജേട്ടൻ എന്താ മോളെ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ വേദ ചോദിക്കുക, അല്ല വിക്രം അവിടെ ഉണ്ടോ? അപ്പോൾ രാജേട്ടൻ പറയുകയാണ്, ആ ഉണ്ടല്ലോ, എപ്പോഴാണ് വന്നതെന്നൊന്നും അറിയില്ല, ഇവിടെ ഉണ്ട്. എന്താ മോളെ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ വേദ പറയാം, ഏയ് ഒന്നുമില്ല, ഓന്ത് ഓടിയാൽ വേലിപ്പടർപ്പ് വരെ എന്ന് അച്ചമ്മ പറഞ്ഞൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്നൊന്ന് അറിയാൻ വേണ്ടി ചുമ്മാ വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് വേദ വിക്രമിന് വേണ്ടി ചോറെടുക്കുമ്പോൾ ശ്രീജയെടുത്ത് ചോദിക്കുക, അല്ല ആർക്കാ മോളെ ചോറ് കൊണ്ടുപോകുന്നത്? അപ്പോൾ വേദ പറയാം, അത് പിന്നെ ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം ഇല്ലാത്ത ആളാരാ? അത് എൻ്റെ ഭർത്താവല്ലേ, അയാൾക്ക് തന്നെയാണ്. അപ്പോൾ ഇത് കേട്ടിട്ടുള്ളത് നന്ദിനി പറയാം, നീ എന്താ പറഞ്ഞത്? ഈ ചോറ് ആർക്കാണെന്നാ? അപ്പോൾ വേദ പറയാം, എൻ്റെ ഭർത്താവിന്. എന്താ കുഴപ്പമുണ്ടോ? അപ്പോൾ നന്ദിനി പറയാം, അതെ അച്ഛനറിഞ്ഞാലുള്ള കാര്യം അറിയാലോ. അപ്പം വേദ പറയുകയാണ്, എങ്കിൽ പിന്നെ നന്ദിനി അടുത്ത് പറഞ്ഞിട്ട് വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയാം, നിനക്ക് ഇച്ചിരി നെഹളിപ്പ് കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ വേദ പറയാം, കൂടി, ഓരോ ദിവസം കൂടുന്തോറും എനിക്ക് കൂടി വരിക. ഇന്നലെ തന്നെ അച്ഛൻ നിങ്ങളെ ഇനി സഹായിക്കരുതെന്ന് പറഞ്ഞപ്പോൾ 25% വീണ്ടും കൂടി. അപ്പോൾ നന്ദിനി പറയാം, നീ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ശരി, വിക്രമിൻ്റെ മനസ്സിൽ നിനക്ക് ഇടം കിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ വേദ പറയാണ്, നിങ്ങൾ രാവിലെ ഞാനോട്ട് വഴക്കിടാനാണോ നടക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയാം, നിങ്ങളോ? കണ്ടില്ലേ ശ്രീചേടത്തി ഓരോന്ന് പറയുന്നത്, ഇന്ന് നിങ്ങളെന്ന് വിളിച്ചു, നാളെ നീന്നാവും. ശ്രീചേടത്തി പറയാം, വേദ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല, നീ ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കുക. അപ്പോൾ വേദ പറയാം, കാര്യങ്ങളൊക്കെ ശ്രീചേടത്തിക്ക് മനസ്സിലാവും. പിന്നെ നന്ദിനിയെടുത്തി പറഞ്ഞല്ലോ എന്നെ ആരും അംഗീകരിക്കില്ലെന്ന്. ഈ വീട്ടിൽ നിങ്ങളെയൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പോലെ തന്നെ അച്ചമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് വിക്രമൻ്റെ കഴുത്തിൽ താലി അണിഞ്ഞു. പിന്നെ അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നന്ദിനിയെടുത്തി തന്നെ എൻ്റെ കാല് കഴുകി വീട്ടിലേക്ക് കയറ്റിയില്ലേ. ഇനി എല്ലാ തരത്തിലും ഞാൻ വിക്രമിൻ്റെ ഭാര്യയാവും. വിക്രമിനെ ഞാൻ ചൊൽപ്പടിയിൽ നിർത്തും. അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വരും. ആ രീതിയിലാക്കും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ബെറ്റ് വെക്കുന്നോ? എന്താ ഒന്നും മിണ്ടുന്നില്ലേ? അല്ല, തൽക്കാലം ഞാൻ ഈ ചോറുമായിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം. തൽക്കാലം ശ്രീജയെടുത്തെ വല്ല സഹായിക്കാൻ നോക്ക്. അപ്പോൾ നന്ദിനിയാണെങ്കിൽ ദേഷിച്ച് അവിടെ നിന്ന് പോകുന്നു. ശ്രീജയെടുത്താണെങ്കിൽ വേദയെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ വേദ ചോറുമായിട്ട് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ രാജേട്ടനും അവരുടെ സുഹൃത്തുക്കളെല്ലാം ചോദിക്കുകയാണ്, നീ എന്തിനാ ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇത്രയും സങ്കടപ്പെടാനൊരു കാര്യമില്ലല്ലോ. നിന്റെ അച്ഛൻ ഓരോന്ന് പറയുന്ന കേട്ടിട്ടാ ശ്രീനി സാർ എന്നാലും അത്രയൊക്കെ പറഞ്ഞത്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒന്നും കാണില്ല. അപ്പോൾ വിക്രം പറയാം, എന്നാലും ഒരുപാട് സ്നേഹിക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ നിങ്ങൾക്ക് തോന്നുക? നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും വികാരം എന്ന് ചോദിക്കുമ്പോൾ രാജേട്ടൻ പറയാം, അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ, ഓരോ സമയത്തും ഓരോരുത്തരെയായിരിക്കും നമ്മളുടെ മനസ്സിൽ ഓരോരുത്തർക്കും സ്ഥാനം കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന നീളം കുറഞ്ഞ ആൾ പറയുകയാണ്,
നീ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിക്കണം. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനെയായിരുന്നു. 7 വയസ്സായപ്പോഴാണ് എൻ്റെ അച്ഛൻ അറിയുന്നത് ഞാൻ ഇങ്ങനെ ആയിരിക്കും, എനിക്ക് നീളം വെക്കില്ലെന്ന്. അങ്ങനെ എൻ്റെ അച്ഛൻ ഒരു ദിവസം എന്നെ ഒരിടത്ത് ഉപേക്ഷിച്ചിട്ട് പോയി. അന്ന് എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു. അന്ന് എന്നെ സഹായിച്ചതും ഇവിടെ രാജേട്ടൻ്റെ അടുത്ത് എത്തിച്ചതും എല്ലാം ശ്രീനി സാറാ. എന്നെ ഒരുപാട് സ്നേഹിച്ചതും ശ്രീനി സാറാ. ഇപ്പോൾ പക്ഷേ എനിക്ക് അച്ഛനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ര സങ്കടമൊന്നും തോന്നുന്നില്ല. കാരണം അന്നേ അച്ഛന് കല്യാണം കഴിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പിന്നെ രണ്ടാനമ്മ എന്നെ എങ്ങനെ നോക്കുമെന്നൊക്കെ വിചാരിച്ചായിരിക്കും അച്ഛൻ എന്നെ ഉപേക്ഷിച്ചത്. അതായത് അച്ഛന് സ്നേഹം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ സ്നേഹമുള്ളവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിക്രം പറയാം, നീ എന്താ പറഞ്ഞു വരുന്നത്? ശ്രീനി സാറ് സ്നേഹം കൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണോ? അപ്പോൾ രാജേട്ടൻ പറയുകയാണ്, നീ അതിനുശേഷം എന്തുണ്ടായെന്ന് അറിഞ്ഞില്ലല്ലോ. നീ പോയതിനു ശേഷം ഞങ്ങൾ അവിടെയുള്ള ആളോട് ചോദിച്ചായിരുന്നു ശ്രീനി സാറിനോട് എന്താ കാര്യം തിരക്കാൻ. രാജേട്ടൻ അവിടെ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അടുത്ത പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക്